നമസ്കാരം മക്കളെ, സുഭാഷ് സാറാണ്. അങ്ങനെ ഈ വർഷത്തെ കീം എൻട്രൻസ് എക്സാം ഇന്നോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. ഇതിനോടൊപ്പം തന്നെ കുട്ടികൾ അറ്റൻഡ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡേറ്റ നമുക്ക് കിട്ടിയതിനനുസരിച്ച് ഒരു 10% കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97,000 കുട്ടികളായിരുന്നു അപ്ലൈ ചെയ്തിരുന്നെങ്കിലും 10-12% കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഡേറ്റയൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ 85,000 കുട്ടികളായിരിക്കും അറ്റൻഡ് ചെയ്തത്. ബി ഫാമിനാണെങ്കിൽ 46,000 ആൾക്കാരായിരുന്നു അപ്ലൈ ചെയ്തെങ്കിലും അത് ഇതേപോലൊക്കെ തന്നെ 10% കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ സാധ്യത ഇത് എല്ലാ വർഷങ്ങളും ഉള്ളതാണ്. എന്ന് പറയുമ്പോൾ ബിടെക്കിന് ഒരു 85,000 കുട്ടികളായിരിക്കും എൻട്രൻസ് എക്സാം എഴുതാൻ പോയത്. ഈ 85 നിന്നും ഇനിയിപ്പോ നമ്മുടെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഒരു 25,000 ആൾക്കാർ മിക്കവാറും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്, എല്ലാ വർഷങ്ങളും അങ്ങനെയൊക്കെയാണ്. എന്ന് പറയുമ്പോൾ ഒരു 55,000-നും 60,000-നും ഈ ഇടയ്ക്കുള്ള കുട്ടികൾക്കായിരിക്കും നമുക്ക് റാങ്കിനൊക്കെ കയറി വരുന്നത്. മീൻസ് മറ്റുള്ളവർക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു 25,000 ആൾക്കാരും ക്വാളിഫൈ ചെയ്യാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന 55,000-നും 60,000-നും ഇടയ്ക്കുള്ള കുട്ടികളിൽ നിന്നും ഒരു 28,000-നും 30,000-നും ഇടയ്ക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടും. ഇതാണ് സാധാരണ പ്രോസസ്. അതിൽ നിന്ന് ഒരു പകുതിയാണ് ഇത് പാസ് ഔട്ടായി 4 വർഷം കഴിയുമ്പോൾ വെളിയിലിറങ്ങുന്നത്. ഇതാണ് ഒരു പ്രൊസീജിയർ. ഇനിയിപ്പോ നമുക്ക് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലൈസേഷൻ പ്രോസസ്സും സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സും കൂടെ കുട്ടികളുടെ മാർക്കുകൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നിന്നും ഒത്തിരി നഷ്ടപ്പെടാറുണ്ട്. ഒരു ഫുൾ മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിക്ക് പോലും ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ മാർക്ക് PCM-ന് കിട്ടുന്ന മാർക്ക് കുറയുന്നുണ്ട്. അതാണ് ആ ഫോർമുലയുടെ ഒരു പ്രത്യേകത. പക്ഷെ CBSE കുട്ടികൾക്കാണെങ്കിൽ ഒരു 240-300 കിട്ടിയാൽ പോലും അവർക്ക് 300 നമ്മുടെ സ്റ്റേറ്റുകാരുടെ 360 ആദ്യം വരുന്നത്, അതിന് പിന്നെ 300 കൺവേർട്ട് ചെയ്യാം. പക്ഷെ CBSE-കാർ എപ്പോഴും കറക്റ്റ് 300 അവരുടെ എക്സാം 100 എന്നുള്ള രീതിയാണ്. അപ്പൊ 300-ൽ ഒരു 240 കിട്ടിയാലും അവരുടെ ഈ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് അതൊരു 245 ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഈ പ്രോബ്ലം കഴിഞ്ഞ വർഷം തൊട്ടേ ഒത്തിരി പരാതികൾ വന്നിരുന്നു. എന്തെങ്കിലും ഈ വർഷം ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ കൂടെ തോന്നുന്നത്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം, കാരണം ഒത്തിരി പരാതികൾ വന്നിട്ടുണ്ട്. നല്ല ഒരു അത് കഴിഞ്ഞ വർഷമാണ് കൃത്യമായിട്ട് അത് കണ്ടുപിടിച്ച ഒരു കാര്യം. കാരണം ഫുൾ മാർക്ക് നല്ലപോലെ പഠിച്ച ഒരു കുട്ടി, മീൻസ് അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആൾക്ക് പോലും മാർക്ക് ഇത്തിരി കുറഞ്ഞതിന്റെ പേരിൽ റാങ്ക് ഇത്തിരി പുറകിലോട്ട് പോയി. പക്ഷെ നല്ല പോലെ കീമിനും അതേപോലെ തന്നെ PCM-നും നല്ല മാർക്കായിരുന്നു. പക്ഷെ നമുക്ക് ആ റാങ്ക് പുറകോട്ട് പോയതിന്റെ പേരിലാണ് അന്നാണ് എല്ലാവരും ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷെ ഇത് കുറെ നാളായിട്ട് നടക്കുന്ന പണിയാണെങ്കിലും കഴിഞ്ഞ വർഷമാണ് അത് കൂടുതൽ ശ്രദ്ധിച്ച് അതിന്റെ പരാതികൾ വന്ന് ഈ വർഷം ഇപ്പൊ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അതിനൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല, എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടൊക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. റിസൾട്ട് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജസുകൾ, നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ രണ്ടും തമ്മിൽ ജോയിൻ ആവുന്ന, മീൻസ് നല്ലൊരു കോളേജും നല്ലൊരു കോഴ്സും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് ഞാൻ വീഡിയോസുകൾ കറക്റ്റ് ആയിട്ട് തരും. എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. മറക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എക്സാം കഴിഞ്ഞ് എല്ലാ റിസൾട്ടും വരുന്നു, അത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കോളേജിലോട്ട് എത്തുന്നത് വരെയുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.